Hi children, welcome. Hearty welcome to the discussion of the KEAM exam paper. കേരള എൻട്രൻസിൻ്റെ എക്സാം എല്ലാവരും എഴുതി. അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ദ കെമിസ്ട്രി പാർട്ട് ഓഫ് ദ KEAM എക്സാം പേപ്പർ കണ്ടക്റ്റഡ് 2021. നോക്കാം നമുക്ക്. ഇറ്റ് വാസ് എ വെരി സിമ്പിൾ പേപ്പർ, very simple paper. And those who have attempted with a certain degree of clarity on the care, ഫുൾ മാർക്ക് മേടിക്കാവുന്ന പേപ്പറാണ് അല്ലേ. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ചെറുതായിട്ടൊരു ചിന്തിക്കാൻ ഉള്ളതുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. യെസ്, ലെറ്റ്സ് ഡിസ്കസ് ദ കെമിസ്ട്രി പാർട്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം 73rd question. A cooking gas contain carbon hydrogen only. A volume of 11.2 liter of this gas is found to weigh 22 gram at STP. Then molecular formula of the gas is. See, the STP taken is old STP as it is evident from the data. അല്ലേ, 11.2 liters എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എനിവേ, 11.2 liters, 22 gram. You know 22.4 liter. Suppose we are taking the old STP itself. 22.4 liter is 1 mole. 22.4 liter is 1 mole and 11.2 liter is half mole. Half mole 22 gram. So 1 mole is 44 gram. So the molar mass is 44 gram per mole. Molar mass is 44 gram per mole. And identify which gas is 44 gram. ഇതിൽ ഏത് ഗ്യാസ് ആണ് 44 gram? Option A itself, right? Option A itself. That is 44 gram. അപ്പൊ നോക്കുക, 11.2 liters having a weight 22 gram at STP. Therefore, 22.4 liter will have 44 gram. 22.4 liter is 1 mole. 1 mole. So it is 44 gram. So molar mass is 44 gram per mole. ആ മോളാർ മാസ് വരുന്ന ഗ്യാസ് ഏതാണ് കണ്ടുപിടിക്കുക അല്ലെ. കുക്കിംഗ് ഗ്യാസിൽ മെയിൻലി ബ്യൂട്ടൈൻ ആണെങ്കിലും ഇവിടെ ബ്യൂട്ടൈൻസ് ഒന്നും തന്നിട്ടില്ല. ഇറ്റ് ഈസ് പ്രൊപ്പെയിൻ ഗിവൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Number of electrons in an atom that may have quantum number n equal to 3 and spin quantum number half. n equal to 3 മാക്സിമം എത്ര ഇലക്ട്രോൺസ് വരും? 2n സ്ക്വയർ. 2 into 3 സ്ക്വയർ 18 ഇലക്ട്രോൺസ് വരും. അതിൽ പ്ലസ് ഹാഫ് എത്ര ഉണ്ടാവും, മൈനസ് ഹാഫ് എത്ര ഉണ്ടാവും? 9 9. ഓപ്ഷൻ ബി. ആരെങ്കിലും സി എഴുതിയിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ടോട്ടലി 18 ഇലക്ട്രോൺസ് വരാം. അതിൽ 9 എന്തായിരിക്കും? പ്ലസ് ഹാഫ് ആയിരിക്കും. 9 മൈനസ് ഹാഫ് ആയിരിക്കും. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അറിയാലോ. നെക്സ്റ്റ്, ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ലീസ്റ്റ്. അയോണൈസേഷൻ എൻതാൽപ്പി ലീസ്റ്റ് കേട്ടോ. ലീസ്റ്റ് ആരാ? ലീസ്റ്റ് the typical metal bismuth. The typical metal bismuth, least ionization enthalpy. Coming down the group. Next, entropy decreases. Entropy decreases. Option A itself. A liquid crystallizes into solid. A liquid crystallizes into solid. Entropy decreases. Option A itself. ഇവിടെയോ സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുകയാണ്. ഇവിടെയോ 1 മോൾ 2 മോൾ ആയിട്ട് മാറുകയാണ്. ഇവിടെയോ 2 മോൾ 3 മോൾ ആയിട്ട് മാറുകയാണ്. So in all other cases we can see the randomness increasing is the possibility, while option A, randomness decreasing, entropy decreasing. അടുത്തത് sp2 hybridization. ammonia sp3 ആണ്. And the answer is BCl3. BCl3 will go for sp2
trigonal planar. Direct example, all of you know. While this is ClF3, ClF3 bend T shape, sp3d, sp3 pyramidal, phosphine, sp3 പറയാം, പറയേണ്ട കാര്യമില്ല, പ്യൂർ ഓർബിറ്റൽസ് അല്ലേ, ബോണ്ട് ആംഗിൾ ഒക്കെ 90 ക്ലോസ് അല്ലേ. നെക്സ്റ്റ്, സെൻട്രൽ ആറ്റം എക്സ്പാൻഡഡ് ഒക്ടറ്റ്. ഇവിടെ ഒക്ടറ്റ് ആണ്, ഇവിടെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. ശ്രദ്ധിക്കണം, എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആട്ടോ, ഇത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. ആൻഡ് ദി ആൻസർ ഈസ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡില് എക്സ്പാൻഡഡ് ഒക്ടറ്റ് പഠിച്ചിട്ടില്ലേ? സൾഫ്യൂരിക് ആസിഡില് expanded octet. This is the sulfuric acid, Lewis electron dot structure, and the central sulfur atom go for expanded octet. എത്രയാ? 6 ബോണ്ട് വരുന്നുണ്ട്, 12 ഇലക്ട്രോൺസ് അല്ലേ വരിക അല്ലേ? 1 2 3 4 5 6 ബോണ്ട് ഉണ്ട്. And that is the example given in the textbook also. PCl5, PF5, all these are going H2SO4, these are going for expanded octet. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ ഇതാണ്. അടുത്തത്, a cycle tube will burst if the volume of air inside exceed 1 liter at the room temperature. If at 1 bar pressure air occupy 500 ml, then up to what pressure can the tube expanded at the same temperature? This is a question which you need to think peripherally. Apply only Boyle's law and find out your answer. And a similar question there in the NCERT also. NCERT example question 5.1 എടുത്തു നോക്കുക. Similar question ഉണ്ട്. Apply Boyle's law directly to get your answer. P1 V1 is equal to P2 V2. എന്നൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. Here it is 1 bar. Here it is 1 bar 500 ml and the volume is 1 liter. Pressure will be, volume becomes double, pressure will become half, 0.5 bar. That is the answer. But I don't know how many of you thought in that particular question, whether you had a thought process. Practically നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്ക്, a cycle tube will burst if the volume of air inside exceed 1 liter at the room temperature. If at 1 bar pressure the air occupies 500 ml, then up to what pressure can the tube be expanded at the same temperature? See, how do you expand that tube at the same temperature? How do you expand that tube at the same temperature? See, to cause expansion to happen, provided temperature is constant. ഒരു ട്യൂബ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം, അതാണ് ഒരു പ്രൊവിഷൻ. വെൻ യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ there can be expansion. എന്താ കാര്യം? average kinetic energy of the molecules will increase and the pressure will increase അല്ലേ? അപ്പോൾ ആ പ്രഷർ കോമ്പൻസേറ്റ് ചെയ്യാൻ വോളിയം കൂടുന്നു, എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കും, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അവിടെ, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഗ്യാസ് പമ്പ് ചെയ്യണം അല്ലേ? സപ്പോസ് ഫ്രീലി എക്സ്പാൻഡിങ് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, ഗ്യാസ് പമ്പ് ചെയ്യണം. എത്ര പമ്പ് ചെയ്യണം? ഡബിൾ ആക്കണം. 500 ml 1 ലിറ്റർ ആക്കണം. അപ്പൊ ഡബിൾ ക്വാണ്ടിറ്റി പമ്പ് ചെയ്യണം. അപ്പൊ ശരിക്കും പ്രഷർ ഡബിൾ ആവുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊന്നും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ അതിൽ ആൻസർ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. റൈറ്റ്? അപ്പൊ ചിലപ്പോൾ 2 ATM എന്നൊക്കെ പറയേണ്ടി വരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ. See, what is a provision? What is a provision to cause expansion of a tube under constant temperature? ഇനിയിപ്പോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്ത് പറയാം? ചൂടാക്കി കഴിഞ്ഞാൽ ആ ട്യൂബ് എക്സ്പാൻഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും. Think practically. What is another way? You pump gas. You pump gas and the tube will expand. And once it crosses that limit, it will explode. അപ്പോൾ ഗ്യാസ് പമ്പ് ചെയ്യണം. ഗ്യാസ് പമ്പ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കൂടണം, ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് കൂടണം. ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് കൂടിയാൽ പ്രഷർ കൂടും, അപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സാധനം ഒരു ഫ്രീ എക്സ്പാൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ വോളിയം ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഡബിൾ ആവണം. ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഡബിൾ ആയാൽ പ്രഷർ ഡബിൾ ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പൊ അതൊന്നും ചിന്തിക്കണ്ട, അതൊക്കെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. This is strictly based on that particular example and character given in the NCERT and the fundamental idea of Boyle's law. എന്താ Boyle's law? PV is equal to constant. PV is equal to constant.
അപ്പൊ എന്തായി? വോള്യൂം 500 1000 ആയി. അപ്പോൾ പ്രഷർ 1 എന്താവും? 0.5 ആവും. കേട്ടോ? അടുത്തത് റേഷ്യോ ഓഫ് ആക്ച്വൽ മോളാർ വോള്യൂം ടു ഐഡിയൽ മോളാർ വോള്യൂം. NCERT ഉണ്ടല്ലോ. വി റിയൽ ബൈ വി ഐഡിയൽ ഈക്വൽ ടു കംപ്രസിബിലിറ്റി ഫാക്ടർ. വി റിയൽ ബൈ വി ഐഡിയൽ ഇസ് ഈക്വൽ ടു കംപ്രസിബിലിറ്റി ഫാക്ടർ. ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാം. ടെക്സ്റ്റിലുണ്ട്, നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഇ. അടുത്തത് എൻതാൽപ്പി ചേഞ്ച് ഓൾവേസ് നെഗറ്റീവ്. എൻതാൽപ്പി ചേഞ്ച് ഓൾവേസ് നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആണ്. സബ്ലിമേഷൻ പോസിറ്റീവ് ആണ്. വേപ്പറൈസേഷൻ പോസിറ്റീവ് ആണ്. ഫ്യൂഷൻ പോസിറ്റീവ് ആണ്. കമ്പസ്റ്റൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. Enthalpy of combustion is always negative. Right? ഇപ്പൊ നൈട്രജൻ വിത്ത് ഓക്സിജൻ നടക്കുമ്പോൾ പോസിറ്റീവ് ആണ്. അത് വേറെ വിഷയം. മനസ്സിലാവുന്നുണ്ട്? ഒരു ഓക്സിഡേഷൻ പ്രോസസ് ആണ്. കമ്പസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ അതിനെ? പറ്റത്തില്ല. നൈട്രജൻ NN ട്രിപ്പിൾ ബോണ്ട് ആണ്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് എ ടെമ്പറേച്ചർ അറൌണ്ട് 2000 Kelvin. N2 react with O2 giving NO. മനസ്സിലാവുന്നുണ്ട്? അതൊരു എൻഡോതെർമിക് പ്രോഡക്റ്റ്. യൂഷ്വലി സ്പീക്കിംഗ് ഓൾ കമ്പസ്റ്റൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി ഇവാപറേഷൻ ഓഫ് ലിക്വിഡ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് 127 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇന്റേണൽ എനർജി ചേഞ്ച്? ഇന്റേണൽ എനർജി ചേഞ്ച് നോക്കാം മക്കളെ. ഒരു ലിക്വിഡ് 1 മോൾ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുകയാണ്. 1 മോൾ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുകയാണ്. എന്താ കാണേണ്ടത്? ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ യു കാണണം. എന്താ റിലേഷൻ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT. Therefore, delta U is equal to delta H minus delta NRT. എത്രയാ ഡെൽറ്റ എച്ച്? ഡെൽറ്റ എച്ച് 40 റേഞ്ച് അല്ലേ? ഡെൽറ്റ എൻ എത്രയാ? ഡെൽറ്റ എൻ എത്രയാ? 1 മൈനസ് 0. ഡെൽറ്റ എൻ 1 ആണ്. ആർ എത്രയാണ്? 8.314 into 10 power minus 3. 8.314 ജൂൾസ് ആണ്. 8.314 into 10 power minus 3 into ടെമ്പറേച്ചർ എത്രയാണ്? 127 എന്ന് പറയുമ്പോൾ 400 കെൽവിൻ. അപ്പോൾ ടെമ്പറേച്ചർ 400 കെൽവിൻ. ആറിന്റെ വാല്യൂ എല്ലാം അവൈലബിൾ ആണ്. ഇത് കിലോ ജൂളാണ്. സോ ഐ ഹാവ് ടേക്കൺ ദിസ് ഓൾസോ ഇൻ കിലോ ജൂൾ. ഇത് കിലോ ജൂളാണ്. സോ ദിസ് ഐ ഹാവ് ടേക്കൺ. സാർ 8.3 എന്ന് പറഞ്ഞു, 8 എന്ന് എഴുതിയുള്ളൂ. ഗോ ഫോർ ആവറേജ്, ഗോ ഫോർ അപ്രോക്സിമേഷൻ. സോ 8.314 into 10 power minus 3 into 400 എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഒരു 3 പോയിന്റ് സംതിങ് എന്ന് വരും അല്ലെ? 40 മൈനസ് 3 പോയിന്റ് സംതിങ്. ഏതാണോ ആൻസർ വരിക? യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 40യിൽ നിന്ന് ഒരു 3-4 യൂണിറ്റ് കുറയും. 3 യൂണിറ്റ് മറ്റേ കുറയും. അടുത്തത് ഡെൽറ്റ എൻ 0. ഡെൽറ്റ എൻ 0 ഇവിടെ എത്ര വരിക? 2 plus 1 3 minus 2 0 അല്ല. ഇവിടെ 1 minus 4 0 അല്ല. ഇവിടെ 2 minus 1 0 അല്ല. ഇവിടെ 2 minus 1 0 അല്ല. ഇവിടെ 2 minus 2 0. This is the answer. Option D. പ്രോഡക്റ്റ് സൈഡിൽ 2 മോൾ, റിയാക്ടന്റ് സൈഡിൽ 1 plus 1 2 മോൾ. അടുത്തത് following concentration obtained for the formation of ammonia. See, equilibrium concentration തന്നിട്ടുണ്ട്. Equilibrium concentration തന്നിട്ടുണ്ട്. Equilibrium constant എത്ര എന്നാണ് ചോദ്യം. Substitute and find out. Equilibrium constant K is equal to concentration of ammonia square divided by concentration of nitrogen into concentration of hydrogen raised to 3. Substitute and find out. അമോണിയയുടെ എത്രയാണോ വാല്യൂ? 2 into 10 power minus 2 ഹോൾ സ്ക്വയർ ചെയ്യാം. നൈട്രജന്റെ എത്ര വാല്യൂ? 1 into 10 power minus 2. ഹൈഡ്രജന്റെ എത്ര വാല്യൂ? 2 into 10 power minus 2 ഹോൾ റേസ് ടു 3 ചെയ്യാം. യു വിൽ ഗെറ്റ് യുവർ ആൻസർ. എത്ര വരാം? ഇവിടെ 4 into 10 power minus 4 ആയി. ഇവിടെ 10 power minus 2 ആയി. ഇവിടെ 8 into 10 power minus 6 ആയി. റൈറ്റ്?
അപ്പൊ എന്ത് വരും? 6, 8, 4 ഹാഫ് ഇൻറ്റു 10⁴ എന്ന് വരും. ഹാഫ് ഇൻറ്റു 10⁴. ഇവിടെ ഇത് ക്യാൻസൽ ആയി അല്ലേ? ഇത് ക്യാൻസൽ ആയി. സോ ഹാഫ് ഇൻറ്റു 10⁴ എന്ന് വരും. എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു 10⁴, 5 ഇൻറ്റു 10⁻3. ഓപ്ഷൻ എ. ഓപ്ഷൻ എ എന്ന് കിട്ടും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. SI യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. സീമെൻസ് മീറ്റർ സ്ക്വയർ പെർ മോൾ. സീമെൻസ് മീറ്റർ സ്ക്വയർ പെർ മോൾ പഠിച്ചിട്ടുള്ളതല്ലേ? അടുത്ത ചോദ്യം. ഡിസ്പ്രപ്പോർഷനേഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ അറിയാവല്ലോ. ഡിസ്പ്രപ്പോർഷനേഷൻ. സെയിം എലമെന്റ് അണ്ടർഗോ സൈമുൾട്ടേനിയസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഏതാണോ വരിക? ഓപ്ഷൻ ഇ അല്ലേ? ഇവിടെ നോക്കൂ. +4 എന്തായി? +3 ആയി. റിഡക്ഷൻ. +4 +3 ആയി. റിഡക്ഷൻ. ഇവിടെ +5 ആയി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. So simultaneous oxidation and reduction happening. That is disproportionation. Option E. വേറെ ഏതെങ്കിലും ഇല്ലല്ലോ? വേറെ ഏതും ഇല്ല. യെസ്. അടുത്തത്. ഹിൽ സ്റ്റേഷനില് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 98.98. How much urea is to be added by him to 2 kg of water to get the boiling point 100 degrees Celsius at the same place? അപ്പൊ നോക്കിയേ, ബോയിലിംഗ് പോയിന്റ് ഇത്രയും എലിവേറ്റ് ചെയ്യണം. എത്ര യൂറിയ ആഡ് ചെയ്യണം എന്നാണ് ചോദ്യം. ബോയിലിംഗ് പോയിന്റ് അത്രയും എലിവേറ്റ് ചെയ്യണം. എത്ര എലിവേറ്റ് ചെയ്യണം? 98.98ൽ നിന്ന് 100ലേക്ക് എലിവേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എത്രയായി? അതിന്റെ ഡിഫറൻസ് 1.02. ഇതാണ് ഡെൽറ്റ ടി ബി. ഇതാണ് ഡെൽറ്റ ടി ബി. And that is equal to Kb into m. That is equal to Kb into mass of solute into 1000 divided by molar mass of solute into mass of solvent. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. This is given. This is given. This is given. കാണേണ്ടത് how much urea. ഇതാണ് കാണേണ്ടത്. So what is the substitution? What is the substitution? So it is 1.02 into molar mass of urea 60 into mass of solvent 2 kilogram. അപ്പൊ പിന്നെ 1000 വേണ്ട, 2 എന്ന് കൊടുത്താൽ മതി. 1000 2000 ക്യാൻസൽ ആവും. 2 എന്ന് കൊടുത്താൽ മതി. ഡിവൈഡഡ് ബൈ, സോ this into this into this into this divided by kb. kb എത്രയാണോ kb? 0.51. 0.51. കഴിഞ്ഞില്ലേ? ഒന്നുമില്ല, ഒന്നും പറയാനില്ല. ഇത് 2 times. അപ്പൊ എത്രയായി? 240 ഉണ്ടോ? 240. യെസ്. ഓപ്ഷൻ ഡി is the correct answer. അടുത്തത്. Vapor pressure of pure benzene at a certain temperature 0.85 bar. A non-volatile, non-electrolyte solid weighing 1 gram added to 39 gram benzene. Vapor pressure of solution reduced to 0.845 bar. What is the molar mass of the solid substance? എളുപ്പല്ലേ? ഡയറക്റ്റ് അല്ലേ? That is delta P by P0 is equal to chi B. പഠിച്ചിട്ടുണ്ട്. That is P0 minus P by P0 equal to chi B. That is NB by NA plus NB. ചോയ്സുകളൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ലെറ്റ് us take. ഇവിടെ 1 gram, മറ്റത് 39 gram. അപ്പൊ NB by NA എടുത്താലും മതി. NB by NA മതി അപ്രോക്സിമേറ്റ്ലി അല്ലേ? That is equal to MB by MB into MA into MA. Isn't it? Yes. എത്രയാണ് P0?
P0 എത്രയാ? 0.85. This is given 0.85. P എത്രയാ? P എത്രയാ? 0.845. 0.85ഉം 0.845ഉം ഇത് തന്നിട്ടുണ്ട്. So what is the data? 0.85 substitute ചെയ്യാം. 0.85 minus 0.845 divided by 0.85 is equal to mass of solute 1 divided by molar mass of solute അതാണ് കാണേണ്ടത്. into mass of solvent എത്രയാടോ? 39 divided by benzene അല്ലേ? benzene അല്ലേ? 78. സോ ഇത് എത്ര എന്നാണ് ചോദ്യം. 39ഉം 78ഉം അത് 2 times ആയി. സോ ഇത് എത്ര എന്നാണ് ചോദ്യം. സോ ഇറ്റ് വിൽ ബി 2 divided by this figure. That is the answer. അല്ലേ? ശരിയല്ലേ? സോ വാട്ട് ഈസ് ദി ആൻസർ? ആൻസർ എന്ത് വരും? 2നെ ഇങ്ങോട്ട് അല്ലേ? MB ഇങ്ങോട്ട് എടുത്തു. MB. So it is MB is equal to 0.85. 0.85. MB is equal to 0.85 divided by ഈ ഡിഫറൻസ് എത്രയാ? 0.005 അല്ലേ? അതെ, 0.005 into 2. യെസ്. അപ്പൊ എത്ര വരാം? 850/10 അല്ല 850/20. യെസ്. തെറ്റിയോ? (39/78) ഇല്ല, ഇവിടെ എഴുതിയത് തെറ്റിപ്പോയില്ലേ? ഇവിടെ എഴുതിയത് തെറ്റിപ്പോയില്ലേ? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റിയില്ലേ? കാരണം ഇവിടെ തെറ്റി. ഇവിടെ നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തെറ്റി. എന്താ ചെയ്തത്? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് എം എഴുതിയതിൽ ഒരു തെറ്റ് പറ്റി അല്ലേ? 78 divided by 39. യെസ്. അപ്പൊ ഇത് 2 മോളിലാണ് വരിക. 2 മോളിലാണ് വരിക. യെസ്. Substitution is MB. MB is equal to 0.85 into 2 by 0.005. അപ്പോ 850 into 2 by 5. 850 into 2 by 5. Yes. 850 into 2. 1700/5. 35 340ന്റെ അടുത്ത് വരും. 340. യെസ്. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ എന്ന് കിട്ടും. 850 into 2. 1600 1700/5. യെസ്. ശരിയല്ലേ? അപ്പൊ ഒന്നുകൂടെ നോക്കാം. P0 തന്നിട്ടുണ്ട് 0.85. P തന്നിട്ടുണ്ട് 0.845. പിന്നെ that is equal to NB/NA plus NB. ഡാറ്റയൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. So you can go for approximation, and not only that, it is 1 gram here and 39 gram here. Number of moles NB/NA നല്ല ഡിഫറൻസ് വരില്ലേ? Right. So it is NB/NA. NB/NA approximately NB/NA plus NB. NB/NA. Now NB is equal to MB/MB. ഇതാണ് നമുക്ക് കാണേണ്ടത്. NA is MA/MA. That is MA go to top. Molar mass of benzene 78. Mass of benzene given 39. So 78/39 2. നമുക്ക് കാണേണ്ടത് ഇതാണ്. So this will be equal to
2 into this divided by that. So 2 into 0.85 divided by 0.005. Yes. Hope that is clear. Clear അല്ലേ? അടുത്ത ചോദ്യം. For the reaction 2P plus Q, P2Q, rate of formation P2Q 0.24. ഇതിന്റെ റേറ്റ് ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. P2 ഇതിന്റെ റേറ്റ് ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. Then the rate of disappearance of P and Q. Rate of disappearance of this will be same as this. കാരണം 1 mole ഉണ്ടാകുമ്പോൾ 1 mole ഇല്ലാണ്ടാവും. 1 mole P2Q ഫോം ചെയ്യുമ്പോൾ 1 mole Q ഇല്ലാണ്ടാവും. So rate of disappearance of Q will be same figure 0.24. So this is out, this is out, this is out. Same figure വരണം. While the rate of disappearance of P will be 2 times this. ഇതിന്റെ ഡബിൾ വരണം. ഇതിന്റെ ഡബിൾ വരണം. 0.24ന്റെ ഡബിൾ. Option C is the correct answer. So rate of disappearance of P will be 2 times that of the product. The rate of disappearance of Q will be same as that of the formation of the product. അടുത്ത ചോദ്യം. Correct set for first order reaction. Thermal decomposition of HI, zero order അല്ലേ? N2O5, very famous example given in the NCERT. First order. Hydrogenation of ethene, first order. Decomposition of ammonia, zero order. Decomposition of SO2Cl2, first order. ടെക്സ്റ്റിൽ ഉള്ളതാണ്. 235. ഓപ്ഷൻ ഇ. ഓപ്ഷൻ ഇ 235. അടുത്ത ചോദ്യം. വിച്ച് ഈസ് ട്രൂ എന്നാണ് ചോദ്യം കേട്ടോ. വിച്ച് ഈസ് ട്രൂ. കെമീസ് ഓപ്ഷൻ നോട്ട് സ്പെസിഫിക്. തെറ്റല്ലേ? കെമീസ് ഓപ്ഷൻ സ്പെസിഫിക് ആണ്. ഫിസിക്സ് ഓപ്ഷൻ ഇറിവേഴ്സിബിൾ. തെറ്റല്ലേ? ഫിസിക്സ് ഓപ്ഷൻ റിവേഴ്സിബിൾ ആണ്. ബോത്ത് ഫിസിക്സ് ഓപ്ഷൻ കെമീസ് ഓപ്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. അത് ശരിയാണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വാട്ട് അബൌട്ട് ഡി ആൻഡ് ഡി? എൻതാൽപി ഓഫ് അഡ്സോർപ്ഷൻ ഹൈ. ഫിസിക്സ് ഓപ്ഷൻ തെറ്റല്ലേ? കെമീസ് ഓപ്ഷൻ ഇൻക്രീസസ് വിത്ത് സർഫസ് ഏരിയ വൈൽ ഫിസിക്സ് അതും തെറ്റാണ്. രണ്ടുപേരും സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. Zinc reacting with aqueous sodium hydroxide product formed is zinc with aqueous sodium hydroxide. You get sodium zincate and hydrogen. Sodium zincate and hydrogen. Sodium zincate and hydrogen. Option oxygen, hydrogen, hydrogen. ഇത് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓപ്ഷൻ ഡി സോഡിയം സിങ്കേറ്റ് ആൻഡ് ഹൈഡ്രജൻ. അടുത്തത് സിൻഗ്യാസ്. ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. Syngas, synthesis gas. Correct statement on PCl5. Prepared by reaction of white phosphorus with excess dichlorine. Textiluണ്ട്. PCl3 കിട്ടാൻ excess dichlorine വേണ്ട. So white phosphorus with chlorine you get PCl3, excess dichlorine you get PCl5. White phosphorus with 6Cl2 PCl3, white phosphorus with 10Cl2 you get PCl5. Complete hydrolysis of PCl5 give phosphoric acid. So this is correct. This is also correct. Complete hydrolysis. ആദ്യം POCl3 കിട്ടും, പിന്നെ H3PO4 കിട്ടും. While PCl3 ആണെങ്കിലോ H3PO3 കിട്ടും. പഠിച്ചിട്ടുണ്ടോ? PCl5 has square pyramidal. അത് തെറ്റാ. സ്ക്വയർ പിരമിഡൽ അല്ല, ട്രൈഗോണൽ ബൈപിരമിഡൽ ആണ്. All 5 bond equivalent. തെറ്റാണ്. Axial bonds are more elongated than planar bonds. പഠിക്കുന്ന കാര്യം ഏതൊക്കെയാ? അപ്പോ 1ഉം 2ഉം കറക്റ്റ് ആണ് കേട്ടോ. 1ഉം 2ഉം. ഓപ്ഷൻ ഇ. അടുത്ത ചോദ്യം. മാച്ച് ദ സബ്സ്റ്റൻസസ്. സിലിക്കോൺസ് വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക് പഠിക്കുന്നുണ്ടല്ലോ. A4
A4 A4 A4 A4. അപ്പൊ ഇത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. Zeolite cracking of petroleum, cracking petroleum products, zeolites B1 B1 B2. അപ്പൊ ഇത് കട്ട് ചെയ്തു. Quartz are piezoelectric materials. Quartz are piezoelectric materials. C5 B1 C5. Option E is the correct answer. Option E is the correct answer. എല്ലാം അറിയുന്ന സാധനങ്ങളാണ്. അടുത്ത ചോദ്യം. Wrong statement on orthoboric acid prepared by hydrolysis of boron trihalide. Correct statement ആണ്. Not a protonic acid. It is not a protonic acid. It is a Lewis acid. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഠിച്ചിട്ടുള്ളതാണ് ബോറിക് ആസിഡ് എങ്ങനെയാണ് ആസിഡ് ക്യാരക്ടർ കാണിക്കുന്നത്. This is boric acid. H3BO3 or BOH3 times. It is interacting with water. How it is producing acidic character? You know that this OH is attacking here and you are getting BOH 4 times minus and H plus. So it is providing hydronium ion or it is providing H plus not of its own. It is giving from water. It is absorbing OH from water. So it is a Lewis acid. It is a Lewis acid, not a protic acid. Protic acid എന്ന് വെച്ചാൽ എന്താ? Anybody who give H plus is called a protic acid. അതിൽ നിന്ന് നേരിട്ട് H plus കിട്ടണം, H3O plus കിട്ടണം. അതാണ് protic acid. അപ്പൊ ഇതിൽ നിന്നല്ല H plus തരുന്നത്. It is not a protic acid. It is a aprotic acid. It is a weak Lewis acid, monobasic acid. Boric acid is a weak monobasic aprotic Lewis acid. So it is not a protonic acid but act as a Lewis acid. അതും true statement ആണ്. നമുക്ക് വേണ്ടത് wrong statement ആണ് കേട്ടോ. It has a layer structure. True statement ആണ്. Due to hydrogen bonding, it has got a layer structure. Structure NCERT യിൽ കൊടുത്തിട്ടുണ്ട്. And many times taught in the class also. Why this boric acid? So called boric powder. Boric powder used in carom boards for reducing the friction of moving coins. കാരണം അതിന്റെ ആ ലെയർ സ്ട്രക്ചർ ആണ്. It can slide one over other, giving solid lubricating action. പഠിച്ചിട്ടുള്ളതാണ്. അതും കറക്റ്റ് ആണ്. It is freely soluble in cold water. അത് തെറ്റാണ്. And that is the answer. It is not freely soluble in cold water. അത് തെറ്റാണ്. And this reaction there in the text. Magnetic moment of trivalent ion Z24. Z24 ആരോട്? ക്രോമിയം ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 s ഇലക്ട്രോൺ പോയി, ഒരു s ഇലക്ട്രോൺ പോയി, പിന്നെ D5 എന്ന് 2 പോയി. So 3 unpaired electron. So number of unpaired electron 3. Number of unpaired electron 3 വന്നാൽ 3.87. Number of unpaired electron 4 വന്നാൽ 4.8. Number of unpaired electron 5 വന്നാൽ 5.9. Number of unpaired electron 2 വന്നാൽ 2.8, 2.7. പഠിപ്പിച്ചിട്ടുള്ളതാണ്. റൂട്ട് ഓഫ് n into n plus 2 ബോർ മാഗ്നറ്റോൺ വർക്ക്ഔട്ട് ചെയ്താൽ എങ്ങനെ വരും? 1 unpaired electron 1.7, 2 unpaired electron 2.7, 2.8, 3 unpaired electron 3.8, 4 unpaired electron 4.8, 4.9, 5 unpaired electron 5.9. Right? According to the equation, root of n into n plus 2 ബോർ മാഗ്നറ്റോൺ. ഇവിടെ 3 unpaired electron ആണ്. റൂട്ട് ഓഫ് 3 into 3 plus 2 ബോർ മാഗ്നറ്റോൺ റൂട്ട് 15 എന്ന് വരും, 4ന്റെ താഴെ. യെസ്. +3 oxidation state. Only +3 oxidation state. Scandium. Only +3 oxidation state. Scandiumത്തിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. +3 മാത്രമേ ഉള്ളൂ. അടുത്തത് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. NCERT ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. NCERT ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ വരുന്നു. ടൈറ്റാനിയം അല്ലെ, വനേഡിയം,
ക്രോമിയം. മാംഗനീസ് വരുമ്പോ എന്തായി? മാംഗനീസ് വരുമ്പോ എന്തായി? ഒരു ഡിപ്പായി. മാംഗനീസ് വരുമ്പോ ഒരു ഡിപ്പായി. അപ്പൊ മാക്സിമം വരുന്ന ആരാ? ക്രോമിയം. റൈറ്റ്? NCERT-യിൽ ആ ഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്രോമിയം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു കാര്യമുണ്ട്. വനേഡിയം, if you analyze the data, NCERT-യിൽ ആ ഡാറ്റ ഒന്നും കൊടുത്തിട്ടില്ല. So according to NCERT, we can confirm chromium as it is given in the graph. പക്ഷെ ഡാറ്റ പരിശോധിച്ചാൽ, ഡാറ്റ NCERT-യിൽ ഇല്ല, ഡാറ്റ പരിശോധിച്ചാൽ ഒരു 2-3 യൂണിറ്റ് എങ്കിലും വനേഡിയത്തിനാണ് കൂടുതൽ. ക്രോമിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒരു 1907 സംതിങ് അതാണ് വരിക. വനേഡിയത്തിന് 1910 ആണ് വരിക. 2-3 യൂണിറ്റ് കൂടും വനേഡിയത്തിന്. ആക്ച്വലി ഈ ഗ്രാഫ് NCERT-യിലെ ഒരു ഇൻകറക്റ്റ് ഗ്രാഫാണ്, അല്ലെങ്കിൽ ഒരു നോട്ട് ടു എക്സാക്ട് സ്കെയിൽ ഗ്രാഫാണ്. കറക്റ്റ് ഗ്രാഫ് അല്ല അത്. അപ്പൊ അതില് ഇവര് രണ്ടുപേരും ഒരു ചെറിയൊരു അബ്നോർമാലിറ്റി ഉണ്ട്. ബട്ട് വി വിൽ ഗോ ആസ് ഇറ്റ് ഈസ് ഗിവൺ ടു യു ടു സ്റ്റഡി ഇൻ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ നിങ്ങളോട് പഠിക്കാൻ തന്നിരിക്കുന്ന ഗ്രാഫ് വെച്ച് ഒരു ചോദ്യം ചോദിച്ചിരിക്കുവാണ്. അപ്പൊ നിങ്ങൾ ക്രോമിയം എഴുതാം, പ്രശ്നമില്ല. പക്ഷെ അറിഞ്ഞിരിക്കുക, കറക്റ്റ് ആൻസർ ക്രോമിയം അല്ല കേട്ടോ. കറക്റ്റ് ആൻസർ ഇവിടെ നമ്മൾ ക്രോമിയം കൊടുക്കാം, കറക്റ്റ് ആൻസർ ക്രോമിയം അല്ല. റൈറ്റ്? വനേഡിയം വരും. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, ചെറിയ 2-3 യൂണിറ്റ് വ്യത്യാസമേ ഉള്ളൂ. ക്രോമിയത്തിന്റെ 1907 സംതിങ്, വനേഡിയത്തിന്റെ 10ന്റെ അടുത്ത് വരും. 2-3 യൂണിറ്റ് വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ക്രോമിയം നോ പ്രോബ്ലം. പക്ഷെ അറിഞ്ഞിരിക്കുക, വനേഡിയമാണ് കുറച്ച് കൂടുതൽ. അടുത്തത്, കണ്ടക്ടിവിറ്റി കറസ്പോണ്ട് ടു 1,2 ഇലക്ട്രോലൈറ്റ്. കണ്ടക്ടിവിറ്റി കറസ്പോണ്ട് ടു 1,2 ഇലക്ട്രോലൈറ്റ്. 1,2 ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റയോൺ, 2 ആനയോൺ. ഒരു കാറ്റയോൺ, 2 ആനയോൺ. ഓപ്ഷൻ എ ഹെക്സാ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കൊബാൾട്ട് ഹെക്സാ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇറ്റ് ഈസ് 1,3 ടൈപ്പ് ഇലക്ട്രോലൈറ്റ് കേട്ടോ. ഇനി ടെട്രാ അമീൻ ഡൈക്ലോറോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ടെട്രാ അമീൻ ഡൈക്ലോറോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. 2 ക്ലോറിൻ അകത്ത് കയറി, അപ്പൊ ഒരു ക്ലോറിനെ പുറത്തുള്ളൂ. ഇത് 1,1 ടൈപ്പ് ആണ്. പെന്റാ അമീൻ ക്ലോറോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ദാറ്റ് ഈസ് ദി ആൻസർ. CONH3 ഒരു ക്ലോറിൻ അകത്ത്, 2 ക്ലോറിൻ പുറത്ത്. സോ ദാറ്റ് ഈസ് 1,2 ടൈപ്പ് ഇലക്ട്രോലൈറ്റ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ഇറ്റ് ഈസ് ഓപ്ഷൻ സി. പെന്റാ അമീൻ ക്ലോറോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. പേരില് കൺവെൻഷൻസ് ഒക്കെ പഴയതാട്ടോ. ക്ലോറിഡോ എന്ന് വരണം, ക്ലോറോ അല്ല, ക്ലോറിഡോ. പെന്റാ അമീൻ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. വിഷയമില്ല, അതൊരു വിഷയമുള്ള കേസല്ല. ഇനി ബാക്കി 2 ചോയ്സും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ, ഏത് ടൈപ്പ് ഇലക്ട്രോലൈറ്റ് വരും. ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഓപ്ഷൻ സി. അടുത്തത്, കോംപ്ലക്സ് അയോൺ ഫോംഡ് വെൻ ഫിലിം ഡെവലപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. പഴയ കഥയാണ്, NCERT-യിൽ ഉണ്ട്. ഓപ്ഷൻ ബി AgS2O3 ട്വൈസ് 3 മൈനസ്. S2O3 ട്വൈസ് 3 മൈനസ്. S2O3 ഡൈവാലന്റ് അല്ലേ, അപ്പൊ 2 പേര് 4 മൈനസ് ആയി. സിൽവർ ഒരു പ്ലസ് ആയി, അപ്പൊ 3 മൈനസ്. സിൽവർ ഒരു പ്ലസ്, ഇവര് 2 മൈനസ് ഇൻറ്റു 2 4 മൈനസ്, 4 മൈനസ് ഒരു പ്ലസും 3 മൈനസ്. അങ്ങനെ നോക്കിയാലും മതി, ടെക്സ്റ്റിലുണ്ട്. നെക്സ്റ്റ്, ഓർ ഓഫ് അലുമിനിയം. ഓർ ഓഫ് അലുമിനിയം കയോലിനൈറ്റ്. അലുമിനോ സിലിക്കേറ്റ് ആണ് കയോലിനൈറ്റ്. ബാക്കിയുള്ളതൊക്കെ അറിയാലോ, അയൺ കാർബണേറ്റ്, ബേസിക് കോപ്പർ കാർബണേറ്റ്, സിങ്ക് കാർബണേറ്റ്, ഹെമറ്റൈറ്റ്, അയൺ ഓക്സൈഡ് ഒക്കെ അറിയുന്നതാണ്. എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. ജെൽഡാൽ മെത്തേഡ് കനോട്ട് ബി അപ്ലൈഡ് ടു pyridine. നൈട്രജൻ കമ്മിങ് ഇൻ ദ റിംഗ്. ജെൽഡാൽ മെത്തേഡ് പറ്റത്തില്ല. നൈട്രജൻ കമ്മിങ് ഇൻ ദ റിംഗ്. pyridine നൈട്രജൻ റിംഗിലാണ്. pyridine നൈട്രജൻ റിംഗിലാണ്. pyridine സ്ട്രക്ചർ ഒക്കെ അറിയാലോ. നൈട്രജൻ റിംഗിൽ വന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് കൺവേർഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയം സൾഫേറ്റ് പറ്റത്തില്ല. നെക്സ്റ്റ്, ഓപ്റ്റിക്കൽ ഐസോമറിസം. ഓപ്റ്റിക്കൽ ഐസോമറിസം
ഏതാടോ? 3-methyl 2-pentene. 3-methyl 2-pentene. 2-pentene. 3-methyl. Optical isomerism. ഇല്ല. No chiral center. 4-methyl 1-pentene. 4-methyl 1-pentene. Chiral center ഇല്ല. 3-methyl 1-pentene. 3-methyl 1-pentene. Yes, this is the answer. ഇതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ കൈറാൽ സെന്റർ ഉണ്ട്. ഇവിടെ കൈറാൽ സെന്റർ ഉണ്ട്. നോക്കിയേ മക്കളെ, ഇതില് ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ hope you understand that is a chiral center. This carbon is a chiral center. നോക്കുക, ഇത് ഒരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇത് വേറൊരു ഗ്രൂപ്പ്, ഇത് വേറൊരു ഗ്രൂപ്പ്. So there you have a carbon connected to 4 different atoms or groups, and that is the answer. So upon investigation you can find the answer is option C. ബാക്കി രണ്ടെണ്ണം വരച്ചു നോക്കണേ. നെക്സ്റ്റ്, 2-butene to trans. ബ്യൂട്ട് ടു അയൺ ട്രാൻസ് ആക്കി മാറ്റണം. ബ്യൂട്ട് ടു അയൺ സിസ് ആക്കാൻ ലിൻലാർഡ് കാറ്റലിസ്റ്റ്, ട്രാൻസ് ആക്കാൻ സോഡിയം ലിക്വിഡ് അമോണിയ. ബിർച്ച് റിഡക്ഷൻ. ബിർച്ച് റിഡക്ഷൻ. ഏത് ആൻസർ? ഓപ്ഷൻ ഡി. സിസ് ആണെങ്കിൽ ഓപ്ഷൻ എ. അടുത്തത്, compound A obtained by reaction of benzyl chloride with magnesium metal in dry ether followed by treatment with water. Benzyl chloride എടുക്കുക. Benzyl chloride ArCH2Cl. Treatment with magnesium metal. Treatment with magnesium metal ArCH2MgBr. Then treatment with water. Treatment with water. ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്യും, ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്യും. പ്ലസ് ആൻഡ് മൈനസ്. യു ഹാവ് H പ്ലസ് ആൻഡ് OH മൈനസ്. ഇത് ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് വരും. യു ഗെറ്റ് ടൊളുവിൻ. ടൊളുവിൻ. ഓപ്ഷൻ എ, ടൊളുവിൻ. AR എന്ന് വെച്ചാൽ ബെൻസീൻ റിംഗ്, CH2 and H plus. See, any compound which is sensible to give H plus, slightly feeble acidic character ആയാൽ പോലും Grignard reagent അവിടെ റിയാക്ട് ചെയ്യും. Grignard reagent is highly sensitive to even moisture. It will be converted to corresponding hydrocarbon. Next, increasing order of boiling point. Increasing order of boiling point. ആർക്കാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? 3 ബ്രോമിൻ. ഇതാ കഴിഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട. 3 ബ്രോമിൻ. ഓപ്ഷൻ സി. ഹൈ മോളാർ മാസ്, പിന്നെ 2 ബ്രോമിൻ, പിന്നെ 1 ബ്രോമിൻ, പിന്നെ 1 ക്ലോറിൻ. ഹൈ മോളാർ മാസ്. ഹയർ ദ മോളാർ മാസ്, ഹയർ ദ മോളിക്കുലർ അട്രാക്ഷൻ, ഹയർ ദ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ അത് മാത്രമേ നോക്കാനുള്ളൂ. ഓപ്ഷൻ സി. അടുത്തത്, compound ABCD have same molecular formula C7H8O. A and B liberate hydrogen gas with sodium metal. A and B liberate hydrogen gas with sodium metal. When treated with sodium hydroxide, compound B alone give dissolves. അപ്പോൾ B NaOH ഡിസോൾവ് ചെയ്യും. എയും ബിയും Naയിൽ റിയാക്ട് ചെയ്യും. B NaOH റിയാക്ട് ചെയ്യും. അപ്പോൾ B ഫിനോൾ ആവാം. B ഫിനോൾ ആവാം. C7 ആയതുകൊണ്ട് ഫീനോൾ ഡെറിവേറ്റീവ് ആവാം. B ഫീനോൾ ഡെറിവേറ്റീവ് ആവാം. B ഫീനോൾ ഡെറിവേറ്റീവ്. നമുക്ക് കാണേണ്ടത് ABC ആണ്. കോമ്പൗണ്ട് C ഇനർട്ട് ടുവേർഡ്സ് ബോത്ത് സോഡിയം മെറ്റൽ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ B ഫീനോൾ ഡെറിവേറ്റീവ്. ബെൻസൈൽ ആൽക്കഹോൾ, ഐ എം ചെക്കിംഗ് B. അപ്പൊ അതല്ല. ക്രസോൾ ഇതാവാം. ഇത് വരില്ല, ഇത് വരില്ല. ഇതാവാം. അപ്പോ ഏതാവാം? എയും സിയും ഡിയും പോയി. എയും സിയും ഡിയും പോയി. ആൻഡ് എ ആനിസോൾ ആവാൻ പറ്റില്ല, കാരണം ആനിസോള് മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. സോ ദി ആൻസർ ഈസ് ബി.
Answer is B. A is benzyl alcohol, B is cresol, and C is anisole. ഇനി ഒന്ന് എഴുതി നോക്കിയേ. A is benzyl alcohol. ArCH2OH. A. B ആരാണ്? ക്രസോൾ. ക്രസോൾ. ഏത് ക്രസോള്? ഏതോ ഒരു ക്രസോള്. ഏതോ ഒരു ക്രസോള്. റൈറ്റ്? ക്രസോൾ. ഏതോ ഒരെണ്ണം. ഇനി സി ആരാണ്? ആനിസോൾ. ആനിസോൾ. ദിസ് ഈസ് ആനിസോൾ. ഇവര് രണ്ടുപേരും മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യും. ഇത് ആൽക്കഹോൾ ആണ്, മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യും. ഫിനോൾ ആണ്, മെറ്റാലിക് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ ഇയാൾ രണ്ടുമായിട്ടും റിയാക്ട് ചെയ്യില്ല. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ NaOH ഇയാൾ റിയാക്ട് ചെയ്യും because it is phenol and this cannot because it is alcohol, and hence our answer. I think it is clear. Answer is B. അടുത്ത ചോദ്യം. Suitable Grignard reagent used to produce 2-methyl propan 1-ol using methanol. Sorry, methanol. 2-methyl propan 1-ol with methanol. നമുക്ക് ഇതാണ് കിട്ടേണ്ടത് കേട്ടോ. 2-methyl propan 1-ol. 1, 2, 3. 2-methyl propan 1-ol. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കിട്ടണമെങ്കിൽ മെത്തനാലിന്റെ കൂടെ ആര് റിയാക്ട് ചെയ്യണം എന്നാണ് ചോദ്യം. If you have simple fundamental idea regarding the reaction of carbonyl molecules with the Grignard reagent, you can easily trace. You can easily trace. You see children, methanol will give you primary alcohol, and this carbon belong to methanol, and this carbon belong to Grignard reagent. അപ്പോൾ അത് ഏത് കാർബണാ? CH3 CH3. അവിടെ 4 കാർബൺ. The answer is option E. Answer is option E. Answer is option E. Okay. Isn't it? CH3 CH3 MgBr when interacting with the HCHO. Hope you easily understand. It is going to be getting attacked over here. It is going to be attacked over the carbonyl group, and upon hydrolysis, first you get addition product upon hydrolysis. Formaldehyde will give you a primary alcohol. You will get CH3CH CH3CH2OH. CH3CH CH3CH2OH. Answer is option E. ബാക്കി വരുമ്പോ എങ്ങനെയായിരിക്കും എഴുതി നോക്കുക. Next. 111. Isopropyl benzene cumene oxidized in presence of air to give the compound X. Cumene hydroperoxide. പഠിച്ചിട്ടില്ലേ? Cumene process. Which upon hydrolysis present of acid gives compound Y and Z. XYZ. Cumene hydroperoxide. Preparation of phenol. Cumene process. Cumene oxidized to air oxidation. Cumene hydroperoxide. Treated with acid. You get a phenol and acetone. Preparation of industrially most important phenol and acetone by cumene process. Most of the worldwide production of phenol is done by cumene process. Cumene എളുപ്പത്തിലുണ്ടാകാം. Cumene എളുപ്പത്തിലുണ്ടാകാം. From the petroleum products. From the petroleum products, you can get cheaply, you can get benzene and propene. By Friedel-Crafts reaction, you get cumene, and cumene air oxidation, cumene hydroperoxide, and upon reaction with acid, you get phenol and acetone. Refer NCERT. അപ്പോൾ ഏതാണ് ആൻസർ സെലക്ട് ചെയ്യേണ്ടത്? XYZ ആണ് ചോദ്യം. XYZ ആണ് ചോദ്യം. Cumene hydroperoxide, phenol, acetone. Option D is the correct answer. അടുത്ത question. A research scholar returned to laboratory after lockdown due to COVID-19. COVID ആയതുകൊണ്ട് COVID-19 എന്നൊരു വാക്ക് ക്വസ്റ്റ്യനിൽ അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല കാര്യം. He kept acetone, benzaldehyde, acetaldehyde, and diethyl ketone. Forgot. Okay. Test ആണ് വിഷയം കേട്ടോ. Test ആണ് വിഷയം. The bottle contained label PQRS.
he forgot which bottle contained which compound. Compound P and R only underwent iodoform test. പിയും ആറും iodoform ടെസ്റ്റ് കാണിച്ചു എന്ന് വെച്ചാൽ അതിൽ മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ആർ എലോൺ ഗീവ് റെഡിഷ് ബ്രൗൺ precipitate with Fellings reagent. അപ്പൊ ആറ് ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണ്. ആറ് ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണ്. ഫെലിങ്സ് ടെസ്റ്റ് തരണമെങ്കിൽ ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആയിരിക്കണം. അപ്പൊ ആറ് ആരാണ്? ആറ് അസെറ്റാൽഡിഹൈഡ് ആണ്. മൂന്നാമത്തെ ആള് അസെറ്റാൽഡിഹൈഡ് ആണ്. മൂന്നാമത്തെ ആറ് അസെറ്റാൽഡിഹൈഡ് ആണ്. അസെറ്റാൽഡിഹൈഡ്. അപ്പോ ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. എയും ബിയും മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. ഇനി പിയും ആറും iodoform ടെസ്റ്റ് കാണിച്ചു. പിയും ആറും iodoform ടെസ്റ്റ് കാണിച്ചു. അസെറ്റാൽഡിഹൈഡ് iodoform ടെസ്റ്റ് എന്തായാലും കാണിക്കും, നോ ഡൗട്ട്. ബാക്കി എന്താ പറഞ്ഞത്? ക്യൂ ആൻഡ് ആർ അണ്ടർവെന്റ് ടോളൻസ് ടെസ്റ്റ്. ക്യൂവും ആറും ടോളൻസ് ടെസ്റ്റ് കാണിച്ചു. ക്യൂവും ആറും ടോളൻസ് ടെസ്റ്റ് കാണിച്ചു. നമുക്ക് കാര്യമില്ല. കോമ്പൗണ്ട് എസ് ഡിഡ് നോട്ട് അണ്ടർവെന്റ് എനി ഓഫ് ദി എബൌട്ട് ടെസ്റ്റ്. എസ് ഇതൊന്നും കാണിച്ചില്ല. എസ് ഇതൊന്നും കാണിച്ചില്ല. എസ് ഇതൊന്നും കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് വരാൻ പാടില്ല. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് പി, അസെറ്റോൺ, ബെൻസാൽഡിഹൈഡ് ആൻഡ് ഡൈഈഥൈൽ കീറ്റോൺ. ഡൈഈഥൈൽ കീറ്റോൺ. ഡൈഈഥൈൽ കീറ്റോൺ ഈ പറഞ്ഞ ഒരു സംഭവവും ഇല്ല. iodoform ടെസ്റ്റ് ഇല്ല, ടോളൻസ് ടെസ്റ്റ് ഇല്ല, ഫെലിങ്സ് ടെസ്റ്റ് ഇല്ല. ഇനി അസെറ്റോണിന് iodoform ടെസ്റ്റ് ഉണ്ട്, ടോളൻസ് ടെസ്റ്റ് ഇല്ല. ഇനി ബെൻസാൽഡിഹൈഡിന് iodoform ടെസ്റ്റ് ഇല്ല, പക്ഷേ ടോളൻസ് ടെസ്റ്റ് ഉണ്ട്. ഇനി അസെറ്റാൽഡിഹൈഡിന് iodoform ടെസ്റ്റ് ഉണ്ട്, ടോളൻസ് ടെസ്റ്റ് ഉണ്ട്, ഫെലിങ്സ് ടെസ്റ്റ് ഉണ്ട്. ഡൈഈഥൈൽ കീറ്റോൺ ഈ പറഞ്ഞ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ വളരെ ലോങ് ആയിട്ട് തോന്നുമെങ്കിലും ആശയം സിമ്പിൾ ആണ്. ഓക്സിഡേഷൻ ഓഫ് കാർബോണൈൽ കോമ്പൗണ്ട്സ്. ടോളൻസ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ്, വെരി നെക്സ്റ്റ് ഓക്സിഡേഷൻ വിത്ത് ഹാലോഫോം ടെസ്റ്റ്, മീഥൈൽ കീറ്റോ ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ. ഇതെല്ലാം അടുപ്പിച്ച് പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻസ്. ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ആസിഡ് സ്ട്രെങ്ത് ആണ്. ആസിഡ് സ്ട്രെങ്ത് മാക്സിമം 2 ക്ലോറിനുള്ള ഇവരെ പിടിച്ചു. അപ്പൊ ബാക്കി എല്ലാം കട്ട് ചെയ്തു. ഇനി രണ്ടാം സ്ഥാനത്ത് ക്ലോറിൻ ഇവിടെയാണോ സയനൈഡ് ഇവിടെയാണോ? സയനൈഡ് വരുന്നത് ഓപ്ഷൻ എ. നോക്കിയേ, 2 ക്ലോറിൻ, പിന്നെ സയനൈഡ്, പിന്നെ 1 ക്ലോറിൻ, പിന്നെ ക്ലോറിൻ എവേ. So the number of group, the type of group, number of group, position of group, all will influence the acidic strength. അത് കൃത്യമായിട്ട് NCERT ഓർഡർ എഴുതി എക്സാമ്പിളോട് കൂടി വിശദീകരിച്ചിട്ടുണ്ട്. എടുത്തു നോക്കുക കേട്ടോ. പഠിച്ചിട്ടില്ലാണ് നിങ്ങൾ? യെസ്. അടുത്ത ചോദ്യം നോട്ട് കറക്റ്റ്. PKB aniline more than methylamine. യെസ്, അത് കറക്റ്റ് ആണ്. അനിലിൻ ഈസ് ലെസ് ബേസിക് ദാൻ ആലിഫാറ്റിക് അമീൻ. അപ്പൊ PKB കൂടും. ഈഥൈലമീൻ, ഇത് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ, ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. PKB അസിഡിക് ബേസിക് സ്ട്രെങ്ത്, അതൊക്കെ എപ്പോഴും തെറ്റിക്കുന്നതാണ്. അപ്പോ ബേസിക് സ്ട്രെങ്ത് അനിലീനിന് കുറവാണ് എന്ന് വെച്ചാൽ PKB കൂടുതലാണ്. KB കുറവാണ്, PKB കൂടുതലാണ്. പിന്നെ ഈഥൈലമീൻ soluble in water while aniline does not. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈഥൈലമീൻ 2 കാർബണേ ഉള്ളൂ. അനിലിൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ ഉണ്ട്. കാർബണിന്റെ എണ്ണം കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും. എത്തനാമൈഡ് റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഗീവ് ഈഥൈലമീൻ, അത് തെറ്റല്ലേ? എത്തനാമൈഡ് ഹോഫ്മാൻസ് ബ്രോമാമൈഡ് റിയാക്ഷനിൽ ഈഥൈലമീൻ ആണോ കിട്ടുക? CH3CONH2 underwent ഹോഫ്മാൻസ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. എന്താ ഹോഫ്മാൻസ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ? ബ്രോമിൻ വിത്ത് ആൽക്കലി. ഇയാളെ ചവിട്ടി പുറത്താക്കുക. What do you get? The compound that you are going to get is CH3
NH2. That is the product that you are going to get, isn't it? അപ്പോൾ ഈഥൈലമീൻ അല്ല കിട്ടുക, മീഥൈലമീൻ ആണ് കിട്ടുക. So that is a wrong statement and that is the correct answer. Option C is the wrong statement. Option D പഠിച്ചുള്ളതാണ്, നിങ്ങൾ അറിയാം. Option E നിങ്ങൾക്കറിയാം. Yes, next one. Extent of hydrogen bonding. Extent of hydrogen bonding. Very simple. 3 hydrogen, 2 hydrogen, 1 hydrogen. Option A. അടുത്തത് benzene diazonium chloride to bromobenzene by treating with HBr in presence of copper powder. Copper powder. Copper powder. Modified version of Sandmeyer's reaction. ചാടി കയറി Sandmeyer's reaction എഴുതാൻ പാടില്ല. Modified version of Sandmeyer's reaction by using copper powder. Gattermann's reaction. Option B. Gattermann's reaction. True regarding glucose. True regarding glucose. Schiff's test. ഗ്ലൂക്കോസിന് Schiff's test ഉണ്ടോ? ഇല്ല, തെറ്റാണ്. Addition product with the sodium hydrogen sulfite. ഇല്ല. Penta acetate does not react with hydroxylamine. അത് true ആണ്. അത് true ആണ്. ഗ്ലൂക്കോസ് ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യുമെങ്കിലും see, all the statements are detailed explained regarding the structural elucidation of glucose. ഓപ്പൺ സ്ട്രക്ചർ എങ്ങനെ വന്നു, ഓപ്പൺ സ്ട്രക്ചറിനെ കൗണ്ടർ ചെയ്യുന്ന മറ്റ് റിയാക്ഷൻസ് ഏതാണ്, ഒബ്സർവേഷൻസ് ഏതാണ്, ക്ലിയർ ആയിട്ട് NCERT പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ ഓപ്ഷൻ സി ഡസ് നോട്ട് അണ്ടർഗോ മ്യൂട്ടാർ റൊട്ടേഷൻ. തെറ്റല്ലേ? ഇറ്റ് വിൽ അണ്ടർഗോ മ്യൂട്ടാർ റൊട്ടേഷൻ. ബീറ്റാ ഫോം ഗ്ലൂക്കോസ് ഒബ്റ്റൈൻഡ് 303 കെൽവിൻ. ആൽഫ ഫോം ആ കിട്ടുക കേട്ടോ. അതൊക്കെ തെറ്റാണ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. 118 ഫൈബറസ് പ്രോട്ടീൻ. ഫൈബറസ് പ്രോട്ടീൻ ചാടി കയറി കെരാറ്റിൻ എഴുതരുത് കേട്ടോ. മസിൽസിലാ ചോദ്യം. മയോസിൻ ആണ് ആൻസർ. ഫൈബറസ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ മസിൽസ്. ഫൈബറസ് കണ്ട ഉടനെ കെരാറ്റിൻ കയറി അടിച്ച് മിന്നിച്ചേക്കരുത്. മസിൽസിലാണ്. മസിൽസില് മയോസിൻ ആണ്. കെരാറ്റിൻ ഓഫ് കോഴ്സ് ഫൈബറസ് ആണ് കേട്ടോ. യെസ്. അടുത്തത് ഡ്രഗ് യൂസ്ഡ് ടു ഇൻഹിബിറ്റ് ഡിഗ്രഡേഷൻ ഓഫ് നോറഡ്രിനാലിൻ. യെസ്, ആന്റി ഡിപ്രസന്റ് ഡ്രഗുകളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ഫിനൽസൈൻ. റെഫർ ടെക്സ്റ്റ് ബുക്ക്. ഫിനൽസൈൻ പഠിക്കുന്നതാണ്. Major contributor of global warming. Major contributor, no doubt, carbon dioxide. Major contributor. So that was the questions in the particular paper. ചുരുക്കി പറഞ്ഞാൽ വളരെ എളുപ്പം പേപ്പറാണ്. 1-2 ചോദ്യങ്ങൾ ചാടിക്കേറി അബദ്ധം കാണിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാവുന്ന പേപ്പറാണ്. I think all of you have done well in the examination, right? Similar questions can be expected for the upcoming other exams also. So please be very careful. Identify the mistakes, silly mistakes that you have committed, and try to correct it in the model exams and other papers you do. Study well and prepare well. Okay. So we will meet in another class, another discussion. Okay. Bye. See you.